ഗൈസ് വെൽക്കം ടു ക്രിപ്റ്റോസാൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഐക്കോയിൻ അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1.45 ഏരിയയിലാണ്. നമ്മൾ ഇന്നലെ അതിലും കൂടുതൽ റേറ്റിലാണ് മെമ്പേഴ്സിന് കൊടുത്തത്. അതിനനുസരിച്ചുള്ള ബയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെയാണ്, സ്റ്റിൽ ഇന്നലെ ഹോൾഡ് ചെയ്തവർക്ക് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനിയിപ്പോൾ ഓരോ ഇഷ്ടത്തിന് തന്നെ സെല് ചെയ്യാമല്ലോ. ഇനി എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഒരാൾ നിങ്ങളോട് സെല് ചെയ്ത് തരണോ, പൈക്ക് ഇത്ര വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് പോകണ്ട. കാരണം എന്താ, ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെല് ചെയ്യാൻ പറ്റും. പുതിയ കുറേ മെമ്പേഴ്സ് ചിലപ്പോൾ ഈ സെല് ചെയ്തിട്ട് USDT സ്റ്റോക്ക് ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, USDT INR ആക്കി തരാനുള്ള സഹായം കൂടി ചെയ്തുതരാം. മാർക്കറ്റ് അപ്ഡേറ്റ്സ് സ്റ്റിൽ 96K ആണ്. എനിക്ക് തോന്നുന്നു കറൻറ്റ് ശരിക്കും പറഞ്ഞാൽ അടുത്ത ലെഗപ്പിനുള്ള ഡേയ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നിരുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾട്ട് കോയിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കയറും. അതൊന്നും ചിന്തിക്കേണ്ട. ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഫോമോ പീരീഡിൽ ഞാൻ മുമ്പ് പറഞ്ഞ അതേ വിഷയം തന്നെ, ബിറ്റ് കോയിൻ ഒരു 25% കയറുമ്പോൾ ആൾട്ട് അത് ഒരു 50% മുകളിലേക്ക് ആൾട്ടിന് കയറാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് ഓർത്തിട്ടൊന്നും വിഷമിക്കേണ്ട. ബുൾ മാർക്കറ്റ് ഇപ്പം നമ്മറിയാം ഫെബ്രുവരി തീരാൻ പോവുകയാണ്. മാർച്ച് ഏപ്രിൽ നമ്മൾ ബുൾ മാർക്കറ്റിൻ്റെ ഒരു ആക്സിലറേറ്റഡ് ഫേസിലേക്ക് എത്താൻ പോവുകയാണ്. നിങ്ങൾ കുറച്ച് നാളും കൂടി ഒന്ന് ക്ഷമിക്കുക. പല ആൾക്കാരും നിങ്ങൾ നോക്കിക്കേ, ഇതേ BTC 100K ഉണ്ടാകുമ്പോൾ ഹൈക്കിൽ വന്ന പോലെ തന്നെ BTC ഡൗൺ ട്രെൻഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. ഇതൊരു ഒക്ടോബറിന് ശേഷമാണ് ഈ അവസ്ഥ, അല്ലെങ്കിൽ ജൂലൈക്ക് ശേഷമാണ് ഈ അവസ്ഥയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും നമ്മൾ ബിയർ മാർക്കറ്റ് ആണോ, ഒരു സാധ്യത കാണുന്നുണ്ടല്ലോ. പക്ഷെ ഒരു ബുൾ മാർക്കറ്റ് ഫേസ് എന്ന നിലയിൽ നമുക്ക് സ്റ്റിൽ സമയമുണ്ട്. കാരണം പ്രീവിയസ് കൊല്ലത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 2021 ആ സമയത്തൊക്കെ മാർച്ചിലാണ് ഉണ്ടായത് ഒരു വലിയ കറക്ഷൻസ്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമൊന്നും ആക്കണ്ട. നമുക്ക് ആ ഒരു കറക്ഷൻസ് ജാനുവരി ഫെബ്രുവരി ആയിട്ട് കിട്ടുന്നുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ഒന്നും ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക, എന്നിട്ട് ഉഷാറായിട്ട് തിരിച്ചു വരിക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതന്നെ, പൈക്കോയിൻ ഇനി പിന്നെ പൈക്കോയിൻ റിലേറ്റഡ് അപ്ഡേറ്റ്സ് തന്നെ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായതുകൊണ്ടാണ് അധികം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇനി നോർമൽ ക്രിപ്റ്റോ ബേസ്ഡ് കാര്യങ്ങളായിരിക്കും. ഡെയിലി എന്തായാലും അപ്ഡേറ്റ്സ് തരാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യാനുള്ള ഇനി ഇതുപോലുള്ള കോയിൻസ് നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി ഒരുപാട് കോയിൻസുകൾ ഉണ്ടാവും. ഇനി അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് നമുക്ക് നൽകാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ പുതിയ കുറേ ആൾക്കാർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് USDT കിട്ടിയിട്ടുണ്ടാവും. അത് അടിച്ച് വെറുതെ പൊളിച്ച് കളയാണ്ട്, ഫ്യൂച്ചർ ട്രേഡിലൊന്നും ഇട്ട് കളയാണ്ട്, നല്ല പൊട്ടൻഷ്യലുള്ള ക്വാളിറ്റിയുള്ള കോയിൻസിലേക്ക്, ടോപ്പ് 10 കോയിൻസിലേക്ക് ഇടാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നല്ല ഡിപ്പിലാണ്, നിങ്ങൾക്ക് നല്ല യൂട്ടിലൈസ് ചെയ്യുക. കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഫ്യൂച്ചർ ട്രേഡിലേക്ക് മാത്രമായിട്ട് നോക്കരുത്. അല്ലെങ്കിൽ ഫുൾ പൈസ അടിച്ചു പൊളിക്കാലും വേറെ ഏതെല്ലോ ഇതേപോലെ മൈനിങ്ങിലേക്കോ അല്ലെങ്കിൽ ഗിവ് അവേയിലോ കൊണ്ടിടരുത്. നിങ്ങൾ കുറച്ച് സ്പോട്ടിൽ അക്യുമുലേറ്റ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് പുതിയ കുറേ ആൾക്കാർക്ക് പൈക്കോയിൻ മാത്രമുള്ളവരുണ്ട്. അവർക്ക് അധികം സ്പോട്ടിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയില്ല. എനിക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഒരു ബിനാൻസ് ഡൗൺലോഡ് ചെയ്യുക. ടോപ്പിലുള്ള കോയിൻസ് നമ്മുടെ എത്തീരിയോ, ഈ പറഞ്ഞ XRPയോ, ഏത് ഡോജോ ഏതായാലും നിങ്ങൾക്ക് വാങ്ങാം. അതിനൊരു സൊളാനിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ ചങ്ങായി നിരന്തരം കമൻറ്റ് ഇടുന്നുണ്ട്. എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ 10x ഉണ്ടായ കോയിനാണ്, 10x ഗെയിനായ കോയിനാണ്. കറൻ്റ്ലി സൊളാനോൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സൊളാനോ ബേസ്ഡ് കുറച്ച് ഫഡുകൾ വരുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഒരു മീം കോയിൻസ് റിലേറ്റഡ് എന്തോ ഫഡ്, അതിൻ്റെ എന്തോ ഒരു സംഭവങ്ങൾ വരുന്നുണ്ട്. ഞാനും അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ കറൻ്റ്ലി ചാർട്ട് വൈസ് ഈ 150-160 റേഞ്ചിലേക്ക് റീടെസ്റ്റ് വരുന്നത്. 150 റേഞ്ചിൽ നിന്നാണ് അത് ബ്രേക്ക് ഔട്ട് ഉണ്ടായത്. അപ്പോൾ ആ ബ്രേക്ക് ഔട്ടിന് വന്നതിന് ശേഷം ഒരു 260 വരയിൽ കയറി, 270 വരെ കയറിയിട്ട് ഇപ്പോൾ ബ്രേക്ക് ഔട്ടിൻ്റെ തന്നെ വരികയാണെങ്കിൽ അത് റീടെസ്റ്റ് ആണ്. ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി റീടെസ്റ്റ് വരുന്നത് പോസിറ്റീവ് സൈനാണ്. സ്റ്റിൽ ഞാൻ സൊളാനോൻ്റെ കേസ് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ചാർട്ട് വൈസ് അത് കറക്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഏരിയ തന്നെയാണുള്ളത്. 160-170 എന്ന് പറയുന്ന ഏരിയ, 150 ഏരിയയൊക്കെ അതിൻ്റെ ബ്രേക്ക് ഔട്ട് പോയിന്റിലേക്ക്, അതായത് അന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത പോയിന്റ് ഇന്ന് സപ്പോർട്ടാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ബാക്കിയുള്ള പല ന്യൂസുകൾ, ഫഡുകളുണ്ട്. ഞാൻ അധികം അതിലേക്ക് പോയിട്ടില്ല. എനിക്ക് അതിൻ്റെ കൂടുതൽ ധാരണകളും അറിയില്ല. പക്ഷേ ഒരുപാട് നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. പക്ഷേ അത് കാരണമായിരിക്കാം പെട്ടെന്ന് ഈ ഒരു 200 റേഞ്ചിൽ നിന്ന് 160ലേക്ക് വന്നത്. ചാർട്ട് വൈസ് കറക്റ്റാണ്. അതുകൊണ്ട് സൊളാനോന് പറയുകയാണെന്ന് പറയുന്നത്. XRP അങ്ങനെ തന്നെ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഹൈക്കുകൾ സൈഡിലൂടെ വരുന്നുണ്ട്. വീണ്ടും XRPയിലേക്ക് ഹൈക്ക് വരും. ഇപ്പം എല്ലാ മാർക്കറ്റ് ഡിപ്പ് അനുസരിച്ചുള്ള ഡിപ്പായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഡോജും ചാർട്ട് വൈസ് എല്ലാം ഓക്കെയാണ്. നമ്മുടെ എല്ലാ 10x കോയിനും, ആൽഗോ ഓക്കെയാണ്, നമ്മുടെ ഷിബ് ഓക്കെയാണ്. എല്ലാം ചാർട്ട് വൈസ് ഓക്കെ ആയിട്ട് തന്നെ ഒന്ന്. പിന്നെ മീം കോയിൻസ് പൊതുവേ ഞാൻ നിങ്ങളോട് പറയുന്ന ഹൈ റിട്ടേൺസ്, ഹൈ വോളറ്റിലിറ്റി. അതായത് ഒരു മാർക്കറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര റിട്ടേൺസും തരും. അന്നേരം വിചാരിക്കും ചേടാ ഈ ഷിബൊക്കെ വലിയ എമൗണ്ട് റിട്ടേൺസ് കിട്ടിയല്ല.
പക്ഷെ ഇതുപോലുള്ള മാർക്കറ്റ് ഡൗൺ ഉണ്ടാകുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ അത്രയും ഡൗൺ ആക്കുകയും ചെയ്യും. അതാണ് മീം കോയിൻസിൻ്റെ ഒരു പ്രശ്നം. ഈ NPC ഒക്കെ അത് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് അതേസമയം റിട്ടേൺ നൽകുമ്പോൾ നല്ലോണം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് എന്ത് ചെയ്യും, വോളറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ബാഡ് ആക്കുകയും ചെയ്യും. മീം കോയിൻസിൻ്റെ അതുകൊണ്ട് എല്ലാം മീം കോയിൻസിൽ വാങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ബേജാറാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മീം കോയിൻസ് അലോട്ട് ചെയ്യേണ്ട എമൗണ്ടും കുറിച്ച് ഞാൻ നിങ്ങളോട് നിരന്തരമായി പറഞ്ഞത്. ഓക്കെ, സമയമുണ്ട്, കൂളായിട്ടിരിക്കുക. ബൈ.